ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് റമദാൻ 16, വിശുദ്ധ റമദാനിലെ ബദർ ദിനമാണ് നാളെ. ബദറിന്റെ രാവാണ് ഇന്ന്. ഇന്നത്തെ രാത്രിയാണ്, അതല്ലെങ്കിൽ ഇന്നത്തെ രാവിലാണ് ബദർ ദിന രാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ ബദർ യുദ്ധം സംഭവിച്ചതിന്റെ തലേ ദിവസത്തെ രാവെന്ന് പറയുന്നത്. എല്ലാ കാലത്തുമുള്ള ഇസ്ലാമിക സമൂഹത്തിനും മർദ്ദിത സമൂഹത്തിനും വലിയ പാഠമാണ് ബദർ നൽകുന്നത്. ആത്യന്തികമായി ബദർ ഒരു പ്രതിരോധമായിരുന്നു. ഒരിക്കലും അത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ കടന്നാക്രമണമായിരുന്നില്ല. ഇസ്ലാമിക സമൂഹം നേതൃത്വം നൽകിയ എല്ലാ പോരാട്ടങ്ങളുടെയും സ്വഭാവം, വിശേഷിച്ചും പ്രവാചക യുഗത്തിൽ, പ്രതിരോധത്തിൻ്റെതായിരുന്നു. കടന്നാക്രമണത്തിൻ്റെതോ അതല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് പോരാടുന്ന ശൈലിയുടേതോ ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു. മക്കയിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം വിശ്വാസികളെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായപ്പോൾ അവരവരുടെ നാടും വീടും ത്യജിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തു എന്നുള്ളതാണ്. മദീനയിലേക്ക് പലായനം ചെയ്യാനുണ്ടായ പശ്ചാത്തലം നമുക്കറിയാം. മക്കയിൽ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിശ്വാസികൾ ഇരയായ ഘട്ടമായിരുന്നു. പക്ഷേ മദീനയിലും അവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായി. മദീനയിലെ ജൂതന്മാരെയും കപടന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരിൽ ഗൂഢാലോചനകളും കുതന്ത്രങ്ങളും ആവിഷ്കരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത്തരമൊരു ഘട്ടത്തിലാണ് അള്ളാഹു പ്രതിരോധിക്കാനുള്ള അനുമതി നൽകുന്നത്. ധാരാളം കാലം വിശ്വാസികളോട് ക്ഷമിക്കാനാണ് പറഞ്ഞത്. അത് മക്കയിൽ ഉടനീളം വിശ്വാസികളോട് ക്ഷമിക്കാൻ പറഞ്ഞു. മദീനയിൽ എത്തിപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിലും ഉപജാപങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അതിൻ്റെ പ്രാഥമികമായ ഘട്ടത്തിൽ ആരംഭിച്ചപ്പോഴും ക്ഷമിക്കുക എന്നുള്ള പൊതുനിർദ്ദേശം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ ഗൂഢാലോചനകൾക്കും അതുപോലെ തന്നെ ജൂതന്മാരെയും കപടന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ കുതന്ത്രങ്ങൾക്കും പരിധിയില്ലാതായി മാറി എന്നുള്ളതാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ പ്രതിരോധിക്കാനുള്ള അനുമതി അല്ലാഹു തആല വിശ്വാസികൾക്ക് നൽകുകയായിരുന്നു. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു വചനങ്ങൾ ഇറക്കിക്കൊണ്ട് പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ. മർദ്ദിതരായ ആളുകൾക്ക് പ്രതിരോധിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അവരെ സഹായിക്കാൻ അല്ലാഹു തആല കഴിവുള്ളവനാണ്. മർദ്ദിതരാണ് എന്ന കാരണത്താലാണ് അവർക്ക് പ്രതിരോധിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളത്. അത് കടന്നാക്രമിക്കാനുള്ള അനുമതിയല്ല, ഹുജൂമിനുള്ള അനുമതിയല്ല, ദിഫാഇനുള്ള അനുമതിയാണ്, പ്രതിരോധിക്കാനുള്ള അനുമതിയാണ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. തുടർന്ന് വചനത്തിൽ അല്ലാഹു പറയാൻ, അവരോട് ഒരുപാട് നീതി നിഷേധവും മനുഷ്യാവകാശ ലംഘനവും നടത്തിയിരിക്കുന്ന ഖുറൈശികൾ അവരുടെ നാടുകളിൽ നിന്ന് അന്യായമായിട്ട് അവരെ ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു. എന്തിന്റെ പേരിലാണ് അവർ ആട്ടിപ്പുറത്താക്കിയത്? ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് അവർ ആട്ടിപ്പുറത്താക്കിയിട്ടുള്ളത്. വലൗലാ ദഫ്ഇല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സ്വബാമിഉ വബിയഉം വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. ഈ പ്രതിരോധം ജനസമൂഹങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെങ്കിൽ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, ജനസമൂഹങ്ങൾക്ക് അതിജീവനം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് തുടർന്ന് അല്ലാഹു പറഞ്ഞത്, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ. ജനങ്ങളിൽ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത് സ്വബാമിഉ, സന്യാസി മഠങ്ങൾ തകർക്കപ്പെട്ടേന. മുസ്ലിങ്ങളുടേതല്ല സന്യാസി മഠങ്ങൾ, എന്നാൽ അതും സംരക്ഷിക്കപ്പെടണം. വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമാണത്. ഈ പ്രതിരോധമില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങൾ തകർക്കപ്പെട്ടേന. വബിയഉൻ വസലവാത്തും വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. അതുപോലെ ക്രിസ്തീയ ദേവാലയങ്ങളും ജൂത ദേവാലയങ്ങളും അള്ളാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കുന്ന പള്ളികളും ഇതെല്ലാം തന്നെ അതിൻ്റെ ബഹുസ്വരവും മാനവികവുമായ അവസ്ഥയിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കാരണം
പ്രതിരോധം കൂടിയാണ്. ജനങ്ങളിൽ ചിലരെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ബഹുസ്വരത ഭൂമിയിൽ നിലനിൽക്കുമായിരുന്നില്ല എന്ന് അല്ലാഹു തആല പറയാൻ. വലയൻസുറന്നല്ലാഹു മയ്യൻസുറു, അല്ലാഹുവെ സഹായിക്കുന്നവരെ നിശ്ചയം അല്ലാഹുവും സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയം അല്ലാഹു തആല ശക്തനും അജയ്യനുമാണ്. അല്ലാഹു തആല പ്രതാപവാനും അങ്ങേയറ്റം ശക്തനുമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ജനതയ്ക്ക് അല്ലാഹു തആല പ്രതിരോധിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യത്തെ പോരാട്ടമുണ്ടായത്, അതല്ലെങ്കിൽ ബദർ യുദ്ധമുണ്ടായത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മുസ്ലിങ്ങൾ നടത്തിയ ആക്രമണമായിരുന്നില്ല ബദർ, മറിച്ച് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഖുറൈശികളുടെ ഗൂഢാലോചനകളെയും കടന്നാക്രമണങ്ങളെയും മുസ്ലിങ്ങൾ പ്രതിരോധിക്കുകയായിരുന്നു ബദറിൽ. നമുക്കറിയാം ചരിത്രം. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം ഷാമിൽ നിന്ന് തിരിച്ചു മദീനയിലൂടെ യാത്ര ചെയ്ത് വരികയായിരുന്നു. കേവലം ഒരു കച്ചവട സംഘമായിരുന്നില്ല അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന ചരിത്രകാരന്മാര് പറഞ്ഞത് അതൊരു കൊള്ള സംഘമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ കച്ചവടത്തിൽ നിന്ന് ആർജിച്ച ലാഭത്തിന്റെ വിഹിതം കൊണ്ട് മദീനയെ ആക്രമിക്കലായിരുന്നു, പ്രവാചകനെയും അനുചരന്മാരെയും ആക്രമിക്കലായിരുന്നു ഈ കച്ചവട സംഘത്തിന്റെ ലക്ഷ്യം. കുടുംബം പോറ്റാൻ വേണ്ടി ഷാമിൽ നിന്ന് മദീനയിലൂടെ ഒരു കച്ചവട സംഘം പ്രയാണം ചെയ്യുകയല്ല. അവരുടെ ലക്ഷ്യം കുടുംബം പോറ്റല്ല. ഇതിന്റെ ലാഭവിഹിതം കൊണ്ട് മദീനയെ ആക്രമിക്കുക, അതിനു വേണ്ടിയുള്ള സാമ്പത്തിക കോപ്പുകൂട്ടലായിരുന്നു ഈ കച്ചവട സംഘം എന്ന് പറയുന്നത്. 50,000 അഷ്റഫി ചരക്ക് അവരുടെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ ഈ കച്ചവട സംഘത്തിന്റെ മൂലധനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ ഉപേക്ഷിച്ചു പോയ ധനമായിരുന്നു ഈ കച്ചവട സംഘത്തിന്റെ മൂലധനം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ മക്കയിൽ ഉപേക്ഷിച്ചു പോയ ക്യാപിറ്റൽ, അതാണ് അവർ ക്യാപിറ്റലായി. സത്യത്തിൽ അവരുടെ സ്വത്തല്ല, അത് മുസ്ലിങ്ങളുടെ സ്വത്താണ്. മുസ്ലിങ്ങൾ മദീനയിലേക്ക് പ്രയാണം ചെയ്തപ്പോ അവര് മക്കയിൽ വിട്ടേച്ചു പോയ ധനം അതൊരു മൂലധനമായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ കച്ചവട സംഘം ഷാമിലേക്ക് അവരുടെ കച്ചവടത്തിനായുള്ള പ്രയാണം നടത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു സാധാ കച്ചവട വ്യാപാര സംഘമായിട്ട് ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയില്ല. ഈ കച്ചവട സംഘത്തിന്റെ ഗൂഢലക്ഷ്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദിവ്യബോധനം കൂടി ലഭിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറഞ്ഞു, ഇന്നി യുഖ്ബിർതു അന്ന ഈറ അബാ സുഫിയാന മുഖ്ബിലാ, നിശ്ചയം എനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു, അബൂ സുഫിയാന്റെ കച്ചവട സംഘം വരുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫഅഖ്രിജു ഇലൈഹാ, ആ കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണേ. കൊള്ള സംഘം നമ്മുടെ സ്വത്ത് മൂലധനമായി സ്വീകരിച്ചുകൊണ്ട് നമ്മെ തന്നെ ഭാവിയിൽ ആക്രമിക്കാൻ പദ്ധതിയിട്ടുകൊണ്ടുള്ള അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഷാമിൽ നിന്ന് മദീനയിലൂടെ മക്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഈ വിവരം എനിക്ക് ദിവ്യബോധനത്തിലൂടെ ലഭിച്ചിരിക്കുന്നു. ലഅല്ലല്ലാഹു യൻഫലികുമുഹാ, അല്ലാഹു ആ കച്ചവട സംഘത്തെ ഛിന്ന ഭിന്നമാക്കിയേക്കും. ഖുൽനാ നഅം, അവരെ പറഞ്ഞു അതേ പ്രവാചകരെ. വഖറജനാ മഅഹു, സ്വഹാബിമാര് പറയാണ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു, ഞങ്ങൾ അല്ലാഹുവിന്റെ ദൂതന്റെ കൂടെ പുറപ്പെട്ടു. കച്ചവട സംഘത്തെ എന്ന് പറഞ്ഞാൽ കൊള്ള സംഘത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. എന്നാൽ അബൂ സുഫിയാനും ചില്ലറക്കാരനൊന്നുമല്ല, കുതന്ത്രശാലിയാണ് അദ്ദേഹം. വഴിയിൽ കണ്ടെത്തിയ ഒട്ടകത്തിന്റെ വിസർജ്യം പരിശോധിച്ച് അതിൽ മദീനയിൽ മാത്രം തഴച്ചു വളരുന്ന കാരക്കുരു ധാരാളമായി ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ സാന്നിധ്യം തങ്ങളുടെ യാത്രാ മധ്യത്തിലുണ്ടെന്ന് അബൂ സുഫിയാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ലംലം എന്ന പേരുള്ള ഒരു ദൂതനെ മക്കയിലേക്ക് അയച്ചു. ലംലം മക്കയിലെത്തി അട്ടഹസിച്ചു, വല്ല ഖുറൈശികളെ, അബൂ സുഫിയാന്റെ കൂടെയുള്ള നിങ്ങളുടെ കച്ചവട ചരക്കുകൾ സുരക്ഷിതമല്ല, മുഹമ്മദും കൂട്ടരും അത് പിടികൂടാൻ പോവുകയാണ്. അതുകൊണ്ട് അവയെ രക്ഷപ്പെടുത്താൻ സർവായുധ സജ്ജരായി നിങ്ങൾ പുറപ്പെടേണ്ടതുണ്ട്. അതോടുകൂടിയാണ് ആയിരക്കണക്കിന് ആളുകൾ ഖുറൈശികൾ സർവായുധ സജ്ജരായി പുറപ്പെട്ടത്. അതിൽ അബൂജഹൽ അടക്കമുള്ള ഖുറൈശി പ്രമാണിമാർ വരെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ചരിത്രം. അക്രമി സംഘം വന്നു. ആയിരക്കണക്കിന് ആളുകൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ. ആ അക്രമി സംഘത്തെ പ്രതിരോധിക്കാനുള്ളത്
313 പേരാണ്. അവരാണ് ചരിത്രത്തിൽ ബദരീങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ആൾബലം കുറവാണ് എന്നതോടൊപ്പം വാഹനങ്ങളും ആയുധവുമെല്ലാം നന്നേ കുറവായിരുന്നു. ആയിരങ്ങളെ പ്രതിരോധിക്കുന്നത് 313 എന്നിട്ടും ആ പോരാട്ടത്തിന്റെ ഫലം എടുത്തു പരിശോധിക്കുമ്പോ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, മർദ്ദിതരായ ന്യൂനപക്ഷം മർദ്ദകരെ പരാജയപ്പെടുത്തി. അതാണ് ബദർ നൽകിയ ഏറ്റവും വലിയ പാഠം. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറുസംഘങ്ങളാണ് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വലിയ വലിയ മർദ്ദക സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന് ഖുർആൻ പറയാണ്. സഹോദരങ്ങളെ, ബദറിൽ വിശ്വാസികൾ ജയിക്കാനും നിഷേധികൾ പരാജയപ്പെടാനുമുള്ള കാരണങ്ങളെ നമ്മളൊന്ന് പഠിക്കണം. അത് പഠിക്കലാണ്, അത് ഉൾക്കൊള്ളലാണ് ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വർത്തമാന കാലഘട്ടത്തിൽ അതിജീവനത്തിന്റെ വഴി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വിശ്വാസികൾ ജയിച്ചു എന്ന് ചോദിച്ചാൽ അതിലൊന്ന്, വിശ്വാസികൾ മർദ്ദിതരായിരുന്നു എന്നത് തന്നെയാണ്. മർദ്ദിതരായ കാരണത്താൽ അവർക്ക് പ്രതിരോധിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മർദ്ദിതന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. സഹോദരങ്ങളെ, ബദറിന്റെ തലേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോ പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നുയർന്നു പോകുന്നുണ്ട്. പ്രവാചകന്റെ തട്ടം നിലത്തു വീണു. ആ തട്ടമെടുത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ തന്നെ വെച്ചു കൊടുത്തുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, ഹസ്ബുക യാ റസൂലല്ലാഹ്, മതി പ്രവാചകരെ മതി. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ഈ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. എന്താ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന? പടച്ചതമ്പുരാനെ, ഈ സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിനക്ക് മാത്രം കീഴ്പ്പെടുന്ന ഒരു സംഘം ഇനി വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നുയർന്ന് പോകുമ്പോഴാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് ആശ്വസിപ്പിക്കുന്ന. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദൂതൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കറെ ആശ്വസിക്കുക, സന്തോഷിക്കുക. ഹാദാ ജിബ്രീലു അഖദ ബിഅനാനി ഫർസി, ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മാലാഖമാരുടെ ഒരു സംഘമിത കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് മർദ്ദിതരായ മുസ്ലിം സമൂഹത്തെ സഹായിക്കാൻ വന്നിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മർദ്ദകനെതിരിൽ മർദ്ദിതനെ സഹായിക്കാൻ ഇതാ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് മലക്കുകളുടെ ഒരു സംഘം വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിനെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം, ഇരന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭം നിങ്ങൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. നിശ്ചയം നാം നിങ്ങൾ ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് പിന്തുണക്കും, സഹായിക്കുമെന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് ഉത്തരം നൽകിയ സന്ദർഭം നിങ്ങൾ ഓർക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ആ സംഘം, മർദ്ദകരായ സംഘം തോറ്റുപോകുകയും മർദ്ദിത ന്യൂനപക്ഷം വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. സഹോദരങ്ങളെ, അബൂജഹലും കൂട്ടരും പരാജയം അഭിമുഖീകരിച്ചത് അവരെ നിഷേധികളായതുകൊണ്ട് മാത്രമല്ല. നമ്മൾ ചരിത്രം പഠിക്കണം. അവരെ സ്വീകരിച്ച അവിവേകത്തിന്റെയും അഹങ്കാരത്തിന്റെയും നിലപാട് കൂടിയാണ് അവരെ പരാജയപ്പെടുത്തിയത്. നിഷേധികൾ ഭൗതികമായ അർത്ഥത്തിൽ എപ്പോഴും പരാജയപ്പെടണം എന്നില്ല. പക്ഷേ അബൂജഹലിന്റെയും സംഘത്തിന്റെയും ഭാഗത്ത് നിന്ന് വന്ന അവിവേകത്തിന്റെയും അഹങ്കാരത്തിന്റെയും നിലപാടായിരുന്നു ചരിത്രത്തിൽ ബദറിൽ അവരെ പരാജയപ്പെടുത്തിയത്. സുരക്ഷിതമായി അബൂ സുഫിയാനും കച്ചവട സംഘവും മദീനയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ബദറിലേക്ക് പുറപ്പെട്ട ഖുറൈശികൾക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സന്ദേശം എത്തുന്നുണ്ട്. കച്ചവട സംഘം സുരക്ഷിതമായിട്ട് മക്കയിലെത്തിപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് അബൂ സുഫിയാൻ വീണ്ടും ഒരു സന്ദേശം അയക്കുന്നത്. നേരത്തെ ലംലമിനെ അയച്ചു, അതായത് പ്രതിസന്ധിയിലാണ്, ബുദ്ധിമുട്ടിലാണ് കച്ചവട സംഘം, മുഹമ്മദും കൂട്ടരും ആക്രമിക്കാൻ പോവുകയാണ് കച്ചവട സംഘത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ലംലമിന്റെ അടുക്കൽ വിവരമയച്ചുകൊണ്ട് ലംലം അവിടെ പോയി, മക്കയിൽ പോയി അട്ടഹസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയൊരു സംഘം
1000 പേര് ഇങ്ങോട്ട് പുറപ്പെട്ടത്. പക്ഷേ സുരക്ഷിതമായി മക്കയിലേക്ക് അബൂ സുഫിയാൻ എത്തിപ്പെട്ടു. ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറയാണ്, ഇനി നമ്മൾ പുറപ്പെടേണ്ട. പുറപ്പെട്ട ആളുകളൊക്കെ തിരിച്ചു വരൻ. അവര് വഴിയിലാണ്. അവരോട് പറയാണ്, നിങ്ങൾ തിരിച്ചു വരൻ, ഞാൻ സുരക്ഷിതമായി നാട്ടിലേക്ക് മക്കയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, മുഹമ്മദിനോട് ഇപ്പോൾ ഒരു യുദ്ധത്തിന് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയല്ല. മദീനയുടെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി, മുസ്ലിങ്ങളുടെ കെട്ടുറപ്പും ഭദ്രതയും മനസ്സിലാക്കി അബൂ സുഫിയാൻ പറഞ്ഞു, ബുദ്ധിയല്ല, തിരിച്ചു വരും നിങ്ങൾ. ആ സന്ദേശം കേട്ടപ്പോൾ ചില ആളുകളൊക്കെ തിരിച്ചു പോന്നു. തിരിച്ചു പോരലായിരുന്നു വിവേകം. തിരിച്ചു പോന്നിരുന്നുവെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. രക്തബന്ധുക്കൾക്കിടയിൽ നടന്നൊരു യുദ്ധം കൂടിയായിരുന്നു ബദർ. അത് ഉണ്ടാകുമായിരുന്നില്ല തിരിച്ചു പോതിരുന്നുവെങ്കിൽ. പക്ഷേ അങ്ങനെ തിരിച്ചു പോന്ന ചില ആളുകളൊക്കെ, ഖുറൈശികളിലെ ചില ഗോത്രങ്ങളൊക്കെ അഖ്നസ് ഇബ്നു ശരീക്കിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തിരിച്ചു പോന്നു. അദ്ദേഹത്തിന്റെ ഗോത്രമായ ബനൂ ദഹ്റ ഗോത്രമാണ്, ഖുറൈശികളിലെ ഒരു ഉപഗോത്രമാണത്. അവർ തിരിച്ചു പോന്നു. പക്ഷേ അബൂജഹലിന്റെ അവിവേകം, അബൂജഹലിന്റെ ധാർഷ്ട്യവും ധിക്കാരവും ഖുറൈശികളെ നാശത്തിലേക്കാണ് നയിച്ചത്. തിരിച്ചു പോരാൻ അദ്ദേഹം സന്നദ്ധനായില്ല. അദ്ദേഹം ധിക്കാരപൂർവം ധാർഷ്ട്യത്തോട് അഹങ്കാരത്തോട് കൂടി പറഞ്ഞു, വല്ലാഹി ലാ നർജിഉ ഹത്താ നരിദ ബദറ. ബദറിൽ എത്തുന്നത് വരെ ഞങ്ങൾ തിരിച്ചു പോരുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ബദറിൽ എത്തിയേ മടങ്ങുകയുള്ളൂ. ഫനുഖീമു ബിഹാ സലാസ, 3 ദിവസം ഞങ്ങൾ ബദറിൽ താമസിക്കും. ഫനൻഹറുൽ ജുസുർ, ഞങ്ങൾ ഒട്ടകത്തെ അറുത്ത് അറമാരിക്കും. വനുതുഇമു തുആമ വനസ്ഖിൽ ഖംർ, ഞങ്ങൾ ഭക്ഷണമുണ്ടാക്കി മദ്യപിച്ചുകൊണ്ട് ഞങ്ങളാകെ സുഖിച്ച് രമിച്ച് മുന്നോട്ട് പോകും. വതുഅരിഫു ലനൽ ഖിയാൻ വതസ്മഉ ബിനൽ അറബ്, നർത്തകിമാര് നമ്മുടെ പ്രസിദ്ധി, ഖുറൈശികളുടെ പ്രസിദ്ധി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കും. വബിമസീരിനാ വജംഇനാ, നമ്മുടെ സഞ്ചാരത്തെ, നമ്മുടെ കൂട്ടായ്മയെ പരിചയപ്പെടുത്തും. ഫലാ യസാലൂന യഹാബൂനന അബദാ, ഇനി എക്കാലത്തും നമ്മളെ ഭയപ്പെട്ടുകൊണ്ട് അറബികൾ മുഴുവനും ജീവിക്കണം. ഇനി മുഹമ്മദിനെ പോലത്തെ ഒരാൾ വരാൻ പാടില്ല. ഇനി മദീന പോലത്തെ ഒരു രാഷ്ട്രമുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കി മാത്രമേ തിരിച്ചു പോരുകയുള്ളൂ. അറമാരിച്ചുകൊണ്ട് ബദറിൽ കഴിഞ്ഞുകൂടും. ധാർഷ്ട്യത്തോടുകൂടി അബൂജഹൽ പറഞ്ഞ വർത്തമാനമാണ്. ബദറിൽ ഖുറൈശികളെത്തിയപ്പോ അവരെ സുലഭമായി വെള്ളം ലഭിക്കുന്ന താഴ്വരയിലും മുസ്ലിങ്ങൾ ഒരു കുന്നിൻ പുറത്തുമാണ് തമ്പടിച്ചത്. തുടക്കത്തിൽ മുസ്ലിങ്ങൾക്ക് വെള്ളത്തിന് വലിയ പ്രയാസം നേരിട്ടു എന്നാണ് ചരിത്രം. പക്ഷേ അള്ളാഹുവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തമെന്നോണം ഒരു നല്ല മഴ, ഒരു അഭൗതികമായ സഹായം വിശ്വാസികൾക്കുണ്ടായി. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുത്വഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. അല്ലാഹു പറയാൻ, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് അല്ലാഹു ഒരു നല്ല മഴ വർഷിപ്പിച്ചു. ലിയുത്വഹിറകും ബിഹി, നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാൻ, പിശാചിന്റെ മാലിന്യം നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും. വലിയർബിത അലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും. വയുസബ്ബിത ബിഹിൽ അഖ്ദാം, എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങൾ രണാങ്കളത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയും അള്ളാഹു ഒരു മഴ വർഷിപ്പിച്ചു എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഈ മഴ മുസ്ലിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി. നേരത്തെ ഒരു മൊട്ടക്കുന്നിൻ പുറത്ത് ഒരു വെള്ളവും ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് അവരുണ്ടായിരുന്നതെങ്കിൽ ഈ മഴ വർഷിച്ചതോടുകൂടി മുസ്ലിങ്ങൾക്ക് അത് വലിയ അനുഗ്രഹമായി. അവര് കുഴികൾ കുത്തി വെള്ളം ശേഖരിക്കാൻ തുടങ്ങി. അതേസമയം ഖുറൈശികൾ നിന്നിരുന്ന സ്ഥലം ചെളി നിറഞ്ഞതും പൂന്തിപ്പോകുന്നതുമായി മാറി എന്നുള്ളതാണ്. പ്രകൃതിയടക്കം തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് തോന്നിയപ്പോൾ ഉത്ബത്ത് ബിൻ റബീഅയുടെ നേതൃത്വത്തിലുള്ള ഖുറൈശി കാരണവന്മാരടക്കം തിരിച്ചു പോരാനൊരുങ്ങി. അവർ പറഞ്ഞു, എന്തിനാണ് അല്ലെങ്കിലും മുഹമ്മദിനോട് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? മുഹമ്മദ് നമ്മുടെ രക്തബന്ധുവല്ലേ? എന്തിനാണ് മുഹമ്മദിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും നമുക്കും ഇടയിൽ ഒരു യുദ്ധം എന്തിനാണ്? നമുക്ക് തിരിച്ചു പോകാം എന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. എല്ലാവരുടെയും അഭിപ്രായം ഇങ്ങനെ മാറുകയാണ്. എല്ലാവരും ഇങ്ങനെ, ഖുറൈശി കാരണവന്മാരടക്കം യുദ്ധം വേണ്ട എന്നൊരു അഭിപ്രായത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാവരും മാറുന്നതിന്റെ മുമ്പ് യുദ്ധം തുടങ്ങണം, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവില്ല എന്നുറപ്പായി അബൂ ജഹലിന്. അദ്ദേഹം
എല്ലാവരുടെയും അഭിപ്രായം മാറുമ്പോഴേക്ക് യുദ്ധം തുടങ്ങാൻ വേണ്ടിയുള്ള കോപ്പ് കൂട്ടുകയാണ്. ആമിർ ഇബ്നു ഹദ്റമിയെ അബൂജഹൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരിത ആളുകളോട് തിരിച്ചു പോവാൻ ആവശ്യപ്പെടുകയാണ്. ആമിർ, ശത്രുക്കൾ ഇപ്പോൾ നിന്റെ കൺമുമ്പിലുണ്ട്. നിന്റെ സഹോദരന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണ്ടേ, പ്രതികാരം ചോദിക്കണ്ടേ? മുസ്ലിങ്ങളുമായുള്ള ഒരു ദ്വന്ദ്വ യുദ്ധത്തിൽ യാദൃശ്ചികമായി ഉണ്ടായ സ്വകാര്യമായൊരു പോരാട്ടമാണ്. അതിൽ ആമിർ ഇബ്നു ഹദ്റമിയുടെ സഹോദരൻ മരിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ആ ആമിറിനെ വെച്ചുകൊണ്ട് അബൂജഹൽ മുതലാക്കി. അദ്ദേഹം പറഞ്ഞു, നിന്റെ സഹോദരന് വേണ്ടി പ്രതികാരം ചെയ്യണ്ടേ. അങ്ങനെയാണ് ആമിർ ഉടനെ അട്ടഹസിച്ചത്, അമ്രന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുക, അമ്രന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുക. അതോടെ ഒരു യുദ്ധം ഒഴിവാകാനുള്ള സകല കവാടങ്ങളും അടഞ്ഞു. എല്ലാവരും ആഗ്രഹിച്ചത് ഒരു യുദ്ധം ഇല്ലാതെയാവാനാണ്. ഇസ്ലാമിന്റെ ലക്ഷ്യം അതാണ്. എന്ന് മാത്രമല്ല, അവസാനം ശത്രുപക്ഷത്തുള്ള ആളുകൾ പോലും ഒരു യുദ്ധം വേണ്ട എന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. പക്ഷേ അവിവേകിയായിട്ടുള്ള ധാർഷ്ട്യക്കാരനായ ധിക്കാരിയായ അബൂജഹലിന്റെ തീരുമാനം ഒരു യുദ്ധം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ചരിത്രത്തെ വർത്തമാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ചരിത്രത്തിൽ മാത്രമല്ല, വർത്തമാനകാലത്തും അവിവേകികളും അഹങ്കാരികളും ധാർഷ്ട്യക്കാരുമായ നേതാക്കളാണ് സമൂഹത്തിന്റെ സ്വാസ്ഥ്യവും സമാധാനവും കെടുത്തിക്കളയുന്നത്. വീണ്ടും നമ്മളൊരു യുദ്ധകാലത്താണുള്ളത്. ഈ യുദ്ധം ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അവർ രണ്ടുപേരും ഉണ്ടാക്കിയ യുദ്ധമാണ്. അവർക്കാണിതിൽ മുഖ്യമായ പങ്കാളിത്തമുള്ളത് എന്ന് പറയേണ്ടി വരും. സഹോദരങ്ങളെ, യുദ്ധം സമൂഹത്തിൽ നാശമാണ് വിതയ്ക്കുന്നത് എന്നതിന് ഗസ മുനമ്പ് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം. കഴിഞ്ഞ വർഷം ഗസയിലെ ഒരു പണ്ഡിതനോട് അവിടുത്തെ ഒരു കൊച്ചു കുഞ്ഞ് വന്നുകൊണ്ടൊരു മതവിധി ചോദിക്കുന്നുണ്ട്. എന്താണ് മതവിധി എന്നറിയോ? ആ കൊച്ചുകുട്ടി ചോദിക്കുകയാണ്, ഷെയ്ഖേ, ഈ നോമ്പ് തുറക്കുന്ന സമയത്ത്, റമദാനിലാ ചോദിക്കുന്ന, നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ആഹാരമില്ലാത്തത് കൊണ്ട് ഒന്നും കഴിച്ചില്ലെങ്കിൽ നോമ്പ് സ്വീകരിക്കുമോ? അള്ളാഹു നോമ്പ് സ്വീകരിക്കുമോ? ആ നോമ്പ് നല്ല നോമ്പായിട്ട് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന നോമ്പായിട്ട് മാറുമോ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ആ പണ്ഡിതൻ കരയുകയാണ്. മറുപടി പറയാൻ സാധിക്കാതെ ആ പണ്ഡിതൻ കരയുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതാണ് യുദ്ധം ഭൂമിയിൽ ഉണ്ടാക്കി വെക്കുന്ന വിനാശം എന്ന് പറയുന്നത്. ഇറാനിൽ ആത്മീയ നേതാവ് അലി ഖാംനയി അടക്കം ഒരു സ്കൂളിലെ ധാരാളം കുഞ്ഞുങ്ങൾ ഇതാ ഇറാനിലെ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം വിവിധ രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് അന്യായമായി കടന്നു കയറുന്ന വർത്തമാനകാലത്താണ് നമ്മളുള്ളത്. ഇറാന്റെ പരമാധികാരത്തിലേക്കും അവരെ കടന്നു കയറി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, യുദ്ധമാണ്. യുദ്ധത്തിലൂടെ ലോകത്തെ നശിപ്പിക്കാനാണ് അമേരിക്കൻ സാമ്രാജ്യത്വവും അതുപോലെ സൈനിസവും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ രക്തസാക്ഷിയായി നമ്മൾ കാണുന്നു. അലി ഖാംനയി എന്ന് പറയുന്ന ആത്മീയ നേതാവ് മാത്രമല്ല, പറഞ്ഞതുപോലെ ധാരാളം കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു സ്കൂളിന് മേൽ ബോംബ് വർഷിച്ചപ്പോൾ ധാരാളം കൊച്ചു കുഞ്ഞുങ്ങൾ, അല്ലാഹു തആല അവരുടെ എല്ലാം രക്തസാക്ഷിത്വം സ്വീകരിക്കുമാറാവട്ടെ. ബദറിന്റെ ചരിത്രം അനുസ്മരിക്കുക എന്നതിനൊക്കെ ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തിയുണ്ട്. നിവൃത്തിയില്ലാതെ വന്നപ്പോ പ്രവാചക ഘട്ടത്തിലും ചില യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നിഷേധിക്കാൻ കഴിയാത്ത ചരിത്ര വസ്തുതയാണ്. പക്ഷെ അങ്ങനെ ഓരോ യുദ്ധങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോഴും ആ പോരാട്ട മുഖത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനികർക്ക് നൽകിയ ഉപദേശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഉപദേശം എന്നറിയോ? കുഞ്ഞുങ്ങളെ വധിക്കാൻ പാടില്ല, ഒരു സാഹചര്യത്തിലും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാൻ പാടില്ല എന്ന നിർബന്ധം അള്ളാഹുവിന്റെ ദൂതനുണ്ടായിരുന്നു. സ്ത്രീകളും വയോവൃദ്ധന്മാരും വധിക്കപ്പെടാൻ പാടില്ല, രോഗികളെ ആക്രമിക്കാൻ പാടില്ല, മരങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് ഒരു പോരാട്ടം സാധ്യമാവുന്നുവെങ്കിലേ പ്രതിരോധത്തിന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി കൊടുത്തിരുന്നുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്ന് എന്തൊക്കെയാണ് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഈ പറയുന്ന യുദ്ധങ്ങളിലെല്ലാം. അത് ഇറാനിൽ നടക്കുന്ന യുദ്ധമാണെങ്കിലും ഗത്യന്തരമില്ലാതെ ഇറാനും പ്രതിരോധിക്കുകയാണ്. നമ്മൾ അതിനെയും പിന്തുണക്കുന്നില്ല. ആരെയാ പ്രതിരോധിക്കുന്ന? ഗൾഫ് രാജ്യങ്ങളെയാണ്.
ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വരുമാന സ്രോതസ് എന്ന് മാത്രമല്ല, നമ്മുടെ നാടിന്റെ ജീവിതവുമായി അങ്ങേയറ്റം, ജീവിത സ്പന്ദനവുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. US എംബസികൾക്ക് നേരെ, ഗൾഫ് രാജ്യങ്ങളിലുള്ള US സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ്. പലപ്പോഴും ഇറാന്റെയും ഭാഗത്ത് നിന്നുണ്ടാവുന്ന ലോകം ഒരു സമാധാനത്തിലേക്ക് തിരിച്ചു പോകണം, ലോകം ഒരു സമാധാനത്തിലേക്ക് തിരിച്ചു പോകണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഉയരേണ്ടത്. ഈ യുദ്ധത്തിന്റെ കാരണക്കാർ തീർച്ചയായിട്ടും ലോകത്തിന്റെ മുമ്പിൽ അവരെ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തണം. അതിന്റെ കാരണക്കാരൻ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവുമാണ്. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരുപാട് വഴികളുണ്ടായിരുന്നു. ആ പരിഹാര മാർഗങ്ങളിലേക്കൊന്നും പോവാതെ അകാരണമായി അന്യായമായിട്ടൊരു സംഘർഷത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല ലോകത്തിന് മുഴുവനും സമാധാനം നൽകുമാറാവട്ടെ. ഇറാനിലും ഗൾഫ് രാജ്യങ്ങളിലും മാത്രമല്ല, ലോകത്തുടനീളം പാവപ്പെട്ട മനുഷ്യർ, നിരപരാധികളായ മനുഷ്യർ എവിടെയൊക്കെയുണ്ടോ അവരൊന്നും കൊലക്കയത്തിലേക്ക് തള്ളപ്പെടാതെ, കൊല്ലപ്പെട്ടു പോവാതെ അല്ലാഹു തആല അവർക്കെല്ലാം സമാധാനപൂർവമായ, നിർഭയത്വപൂർവമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, സ്ത്രീകൾക്ക് അല്ലാഹു തആല അതിജീവനം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഘട്ടത്തിൽ സുന്നി ശിഈ വിഭാഗീയതകൾ പറഞ്ഞുകൊണ്ട് തർക്കിക്കാനുള്ള സമയമല്ല. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് വല്ലാത്തൊരു ചർച്ചയായിട്ട് ഉയരുന്നുണ്ട്. ഈ വാഗ്വാദങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ലോകശാന്തിക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി മർദ്ദിത സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കേണ്ടുന്ന സന്ദർഭമാണ്. വാഗ്വാദങ്ങൾ, വിഭാഗീയമായ വർത്തമാനങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ലോകശാന്തിക്കും സമാധാനത്തിന് വേണ്ടി മർദ്ദിത സമൂഹം, മർദ്ദകർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന സന്ദർഭമാണ്. സഹോദരങ്ങളെ, ആ ഐക്യത്തിനാണ് ബദർ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഒരുമിച്ച് മുന്നോട്ട് പോവാനാണ്, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവാനാണ് ബദർ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. ബദറിലേക്ക് അക്രമ സംഘം ആർത്തിരമ്പി വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് അഭിപ്രായമാരായുന്നുണ്ട്. എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ ദൂതൻ അനുയായികളോട് ചോദിക്കുന്നുണ്ട്. അശീറു അലയ്യ അയ്യുഹന്നാസ്, അഭിപ്രായം പറയണേ ജനങ്ങളെ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ അഭിപ്രായം പറയുകയാണ്, യാ റസൂലല്ലാഹ് യംലിമാ അമറക്കല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹു നിങ്ങളോട് എങ്ങോട്ട് പോവാനാണോ കൽപ്പിച്ചിട്ടുള്ളത് അങ്ങോട്ട് നിങ്ങൾ പോകണേ. ഫവല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനൂ ഇസ്രായീൽ ലിമൂസാ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസാ പ്രവാചകൻ അലൈഹിസ്സലാമയോട് ഇസ്രായേൽ സന്തതികൾ പറഞ്ഞതുപോലെ, പ്രവാചകരെ ഞങ്ങൾ അങ്ങയോട് പറയില്ല. എന്താണ് അവർ പറഞ്ഞത്? മൂസാ, നീയും നിന്റെ പടച്ചോനും പോയി പോരാടിക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് ഞങ്ങൾ പറയില്ല. മറിച്ച് മർദ്ദകർക്കെതിരെ മർദ്ദിതരായി നിലനിന്നുകൊണ്ട് ഐക്യത്തോടു കൂടി പ്രവാചകരെ അങ്ങയുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ നിശ്ചയം പോരാടുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ദൂതരെ, ഈ സമുദ്രത്തിൽ ഇറങ്ങാനാണ് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിലും, ഈ പാരാവാരത്തിൽ ഇറങ്ങാനാണ് അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിലും, അങ്ങ് ഞങ്ങൾക്ക് മുമ്പിൽ ഈ പാരാവാരത്തിൽ, ഈ സമുദ്രത്തിൽ ഇറങ്ങിയാൽ ഞങ്ങളും അങ്ങയുടെ കൂടെ ഈ സമുദ്രത്തിലും ഇറങ്ങും, ഞങ്ങളിൽ ഒരാൾ പോലും പെന്തു നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഐക്യത്തിന്റെ, കെട്ടുറപ്പിന്റെ വലിയ സന്ദേശം അതായിരുന്നു. ബദരീങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് സഹോദരങ്ങളെ, മർദ്ദിത സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് ഈ ഐക്യവും കെട്ടുറപ്പുമാണ്. എല്ലാ വിഭാഗീയ ചിന്തകൾക്കും ജാതിമത വ്യത്യാസങ്ങൾക്കും അതീതമായി സുമനസ്സുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിക്കേണ്ടുന്ന സന്ദർഭമാണ്. ലോകത്തിന് ഇനിയും ഒരു യുദ്ധം വേണ്ട. ഈ യുദ്ധം ഇനി എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിലേക്ക് പോലും എത്തിപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്ന് നമ്മൾ ആശങ്കിക്കേണ്ടുന്ന ഒരു പ്രത്യേകമായ സന്ദർഭമാണ് സഹോദരങ്ങളെ ഇത്. അതുകൊണ്ട് ലോകത്തിലെ സുമനസ്സുകൾ മുഴുവൻ ഒരുമിച്ചുകൊണ്ട് യുദ്ധവിരുദ്ധ തീരുമാനത്തിലേക്ക്, യുദ്ധവിരുദ്ധ പ്രഖ്യാപനത്തിലേക്ക് എത്തിപ്പെടണം സഹോദരങ്ങളെ. അതോടൊപ്പം സാമ്രാജ്യത്വവും സൈനിസവും വിതക്കുന്ന അക്രമങ്ങൾക്കെതിരെ ശക്തമായി ഒറ്റക്കെട്ടായി ശബ്ദിക്കണം എന്നുള്ളതാണ്. അവസാനം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താണ്? ഇറാനിൽ ഖാംനയിയുടെ മകൻ
അദ്ദേഹം നേതാവായി വരുന്ന എനിക്ക് സ്വീകാര്യമല്ല, ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇടപെടും. അദ്ദേഹം പറയാണ്, സഹോദരങ്ങളെ, എത്രമാത്രം മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ സാമ്രാജ്യത്വം ഇടപെടുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ ലോകം മുന്നോട്ട് പോകുമ്പോ എന്താ വേണ്ടത്? യുദ്ധം നിർത്താനും സമാധാനം സ്ഥാപിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളാ വേണ്ടത്. അതാണ് ലോക നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. യുദ്ധം നിർത്താനും സമാധാനം സ്ഥാപിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. യുദ്ധങ്ങളിലൂടെയല്ല, ചർച്ചകളിലൂടെയാണ് ആധുനിക സമൂഹത്തിൽ പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാവേണ്ടത്. ഈ യുദ്ധവാർത്തകളെല്ലാം കേട്ട് വലിയ മാനസികമായ പ്രയാസത്തിലാണ് നമ്മുടെ പ്രവാസികളായ ആളുകളുടെ കുടുംബം. ആ കുടുംബങ്ങളിലെ സഹോദരന്മാര്, സഹോദരിമാര്, മാതാപിതാക്കള്, മക്കള് വല്ലാത്ത പ്രയാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഞാൻ അവരോട് പറയുന്ന, പ്രയാസപ്പെടണ്ട. ബദരീങ്ങളെ സഹായിച്ച അള്ളാഹു നമ്മയും സഹായിക്കും. ഈമാനികമായി നാം വളരുകയാണ് വേണ്ടത്. ആത്മീയമായി, വിശ്വാസപരമായി നാം വളരുകയാണ് വേണ്ടത്. അങ്ങനെ വളർന്നാൽ അള്ളാഹുവിന്റെ സഹായം ബദറിൽ ലഭിച്ചതുപോലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ലഭിക്കും എന്നുള്ളതാണ്. പരസ്പരം പോരാടിയ രണ്ട് സംഘത്തിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. ഒരു സംഘം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് പോരാടുന്നത്, മറ്റേ സംഘം നിഷേധികളുടെ സംഘമാണ്. ആ നിഷേധികളുടെ സംഘം യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ അവരെ തമ്പടിച്ച ഭാഗത്ത് നിന്ന് വിശ്വാസികൾ നോക്കിയപ്പോ അവരുടെ ഇരട്ടിയുണ്ട് വിശ്വാസികൾ എന്നാണ് അവർക്ക് തോന്നിയത്. അള്ളാഹു അങ്ങനെ അവരെ തോന്നിപ്പിക്കുകയായിരുന്നു. ഇതാണ് അള്ളാഹുവിന്റെ അഭൗതികമായ സഹായം എന്ന് പറയുന്നത്. അള്ളാഹിന്റെ സഹായം വിശ്വാസികൾക്കുണ്ടാവും. തുടർന്ന് അള്ളാഹു പറയാണ്, വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നിശ്ചയം അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന രീതിയിൽ, അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ റമളാനിലൂടെ നാം വളരുക എന്നതാണ് ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്. അതുപോലെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താണ്? സക്കാത്ത് കൃത്യമായി നൽകുകയും സ്വതക്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. സക്കാത്ത് കൃത്യമായി നൽകുകയും സ്വതക്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അത് പരീക്ഷണങ്ങളെ തട്ടിമാറ്റുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അസ്സദഖത്തു റദ്ദുൽ ബലായ, ദാനധർമ്മങ്ങൾ പരീക്ഷണങ്ങളെ തട്ടിമാറ്റുന്നതാണ്. എന്നാൽ അത് നൽകുന്നില്ല എങ്കിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് മനുഷ്യർ ഇരയാവുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാ മനഅ ഖൗമുനിസ് സക്കാ ഇല്ലബതലാഹുമുല്ലാഹു ബിസ്സിനീൻ. ഒരു ജനതയും സക്കാത്ത് നിഷേധിച്ചിട്ടില്ല. സക്കാത്ത് കൊടുക്കാതെ പോയാൽ അല്ലാഹു തആല വരൾച്ച കൊണ്ട്, അതുപോലെ പ്രതിസന്ധികൾ നൽകിക്കൊണ്ടവരെ പരീക്ഷിക്കുന്നതാണ്. ലൗലൽ ബഹാഇമു ലം യുംതിറു, മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ ആകാശത്ത് നിന്ന് മഴ പോലും പെയ്യില്ലായിരുന്നു. സക്കാത്ത് നൽകിയാലേ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. പരലോകത്തെ പരീക്ഷണത്തിൽ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, ഇഹലോകത്തെ പരീക്ഷണത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ സക്കാത്ത് സ്വതക്കകൾ വർദ്ധിപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ കൃഷിയുടെയും കച്ചവടത്തിന്റെയും ശമ്പളത്തിന്റെയും എല്ലാം സക്കാത്ത് വളരെ കൃത്യമായി കണക്കാക്കിക്കൊണ്ട് നൽകുക എന്നുള്ളതാണ്. അത് സംഘടിത സംവിധാനങ്ങളെ ഏൽപ്പിച്ചാൽ കൂടുതൽ ഫലവത്താവും എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ബദറിൽ വിശ്വാസികൾ വിജയിച്ചത് അവരുടെ ഐക്യം കൊണ്ടാണ്, അവരുടെ വിശ്വാസത്തിന്റെ കരുത്ത് കൊണ്ടാണ്, ഈമാന്റെ കരുത്ത് കൊണ്ടാണ്. ഈമാൻ കൊണ്ടും ഐക്യം കൊണ്ടുമാണ് ബദറിൽ വിശ്വാസികൾ വിജയിച്ചത്. സഹോദരങ്ങളെ, ഇത് രണ്ടുമുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും എല്ലാ പ്രതിസന്ധികളെയും വിശ്വാസികൾക്ക് അതിജീവിക്കാൻ സാധിക്കും. ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് അല്ലാഹു പറയാണ്. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, യഥാർത്ഥത്തിലുള്ള ദൃഢമായ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. അള്ളാഹു പറയാൻ, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം, ഭിന്നിച്ചു പോവാൻ പാടില്ല, ചിന്നിച്ചിതറിപ്പോവാൻ പാടില്ല. ഒരുമിച്ച് നിന്ന് ഈമാനോടുകൂടി മുന്നോട്ട് പോയാൽ സാമ്രാജ്യത്വ സൈനിസ്റ്റ് ഗൂഢാലോചനകളെ അതിജീവിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ലോകത്തുടനീളം നിഫാഖ് വിളയാടുകയാണ് സഹോദരങ്ങളെ. മുസ്ലിം രാഷ്ട്രങ്ങൾ മൊസാദിന്റെ ചാരന്മാരാൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മീയ നേതാക്കളെ പോലും ഞൊടിയിടയിൽ കൊലപ്പെടുത്തുവാൻ ഇസ്രയേലിന്, അമേരിക്കക്ക് സാധ്യമാവുന്നത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ റമളാനും ബദർ ദിനവുമെല്ലാം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും
മുസ്ലിം സമൂഹത്തിനിടയിലും മാനവ സമൂഹത്തിനിടയിലും ഐക്യം ശക്തിപ്പെടുത്തുവാനുമുള്ള വലിയൊരു അവസരമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.